Question number 2, employee cost. അപ്പോൾ എംപ്ലോയി കോസ്റ്റിലെ ഇത് ഏത് പാർട്ടിലുള്ള ക്വസ്റ്റ്യൻ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോ ദിസ് ക്വസ്റ്റ്യൻ ഇസ് ഫ്രം ഓവർ ടൈം പ്രീമിയത്തിൻ്റെ ഒരു ക്വസ്റ്റ്യനാണ്. ടെക്സ്റ്റൈൽ ലിമിറ്റഡ് പേയ്സ് ദ ഫോളോയിങ് ഓവർ ടൈം പ്രീമിയം ഫോർ ഇറ്റ്സ് ലേബർ ബിസൈഡ്സ് നോർമൽ വേജ് എന്നാണ് പറയുന്നത്. സോ ഓവർ ടൈം പ്രീമിയത്തിൻ്റെ ക്വസ്റ്റ്യനാണ്. ഓക്കെ, അപ്പോൾ നമ്മളോട് എന്താ ചെയ്യാൻ പറഞ്ഞേക്കുന്നത് നമുക്കൊന്ന് നോക്കാം. So you are required to calculate the labor cost chargeable to job spinning and overhead in each of the following instances. അപ്പോൾ 3 സിറ്റുവേഷൻസ് തന്നിട്ടുണ്ട്. ഈ 3 സിറ്റുവേഷനിലും സ്പിന്നിങ് എന്ന് പറഞ്ഞൊരു ജോബുണ്ട്. ക്വസ്റ്റ്യൻ നമ്മൾ വായിച്ചിട്ടില്ല. ആ ജോബിലേക്ക് ചാർജ് ചെയ്യേണ്ട ലേബർ കോസ്റ്റ് എത്രയാണ്, അതേപോലെ ഓവർ ഹെഡായിട്ട് ട്രീറ്റ് ചെയ്യേണ്ട ലേബർ കോസ്റ്റ് എത്രയാണ്, അതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഓവർ ടൈം പ്രീമിയം എന്ന് പറഞ്ഞ സംഭവം ഒന്ന് ആദ്യം, ഓവർ ടൈം പ്രീമിയം എന്താണെന്ന് നമുക്ക് ആദ്യം മനസ്സിലാക്കണം. അത് കഴിഞ്ഞ് ഓവർ ടൈം പ്രീമിയമിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഉണ്ട്, ട്രീറ്റ്മെൻറ്റ് ഓഫ് ഓവർ ടൈം പ്രീമിയം. അതൊരു തിയറിയാണ്. ആക്ച്വലി അത് കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് അനുസരിച്ചുള്ള ഒരു തിയറിയാണ്. പക്ഷേ നമുക്ക് കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് പഠിക്കാനില്ല CA ഇൻ്ററിന്. പക്ഷേ കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൽ പറയുന്ന ഒരു തിയറി ഉണ്ട്. ഈ ഒരു പോർഷൻ മാത്രം നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ആ തിയറി പഠിച്ചാൽ മാത്രമേ നമുക്ക് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം ആ തിയറി ഒന്ന് പറയാം, എന്നിട്ട് നമുക്ക് ഈ ക്വസ്റ്റ്യൻ വായിച്ച് അതിലേക്കുള്ള സൊല്യൂഷൻ നോക്കാം. ഓക്കെ, അപ്പോൾ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഓവർ ടൈം പ്രീമിയം ഇൻ കോസ്റ്റ് അക്കൗണ്ടിങ്, ഇത് നിങ്ങളുടെ ടെക്സ്റ്റിലുണ്ട്. പക്ഷേ ഞാനിത് കുറച്ച് മാറ്റിയിട്ടുണ്ട്, കുറച്ചും കൂടെ നല്ലതാക്കിയിട്ടുണ്ട്. ടെക്സ്റ്റിലുള്ളത് ചിലപ്പോൾ അത്ര ക്ലിയർ ആയിരിക്കത്തില്ല. സോ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഓവർ ടൈം പ്രീമിയം ഇൻ കോസ്റ്റ് അക്കൗണ്ടിങ്. അപ്പോൾ ഇത് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ആദ്യം ഒരു കാര്യം പറയട്ടെ. എന്താ ഓവർ ടൈം പ്രീമിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സപ്പോസ് ഒരു എംപ്ലോയിയുടെ പേര് A എന്നാണ് വിചാരിക്കുക. ഈ എംപ്ലോയിയുടെ വേജ് റേറ്റ് 100 rupees. ഓക്കെ, ഹിസ് വേജ് റേറ്റ് ഇസ് ₹100 per hour. When an employee works for overtime, okay, if any employee works for overtime, he is eligible for an overtime premium. Overtime premium എന്ന് പറഞ്ഞാൽ an extra amount or an additional amount which he is going to get in addition to his normal rate. അയാളുടെ നോർമൽ റേറ്റിനേക്കാളും കൂടുതൽ ഒരു എക്സ്ട്രാ കിട്ടാൻ പോകുന്ന എമൗണ്ടിനാണ് ഓവർ ടൈം പ്രീമിയം എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നോർമലി ഓവർ ടൈം പ്രീമിയം എന്ന് പറയുന്നത് ഒരു 1.5 times ഒക്കെ ആയിരിക്കും. ഓവർ ടൈം പ്രീമിയം അല്ല, ഓവർ ടൈം റേറ്റ് എന്ന് പറയുന്നത്. ഒരാൾ ഓവർ ടൈമിൽ വർക്ക് ചെയ്താൽ അയാൾക്ക് കിട്ടാൻ പോകുന്ന സാലറി, അയാളുടെ വേജ് റേറ്റ് എന്ന് പറയുന്നത് 1.5 times ആയിരിക്കും നോർമലി. അതായത് ഇഫ് മിസ്റ്റർ A is working for ഓവർ ടൈം, he will get 100 rupees per hour into 1.5 times. അയാൾക്ക് എത്ര രൂപ കിട്ടും? 150 രൂപയായിരിക്കും കിട്ടാൻ പോകുന്നത് ഓരോ ഓവർ ടൈം അവറിനും. മനസ്സിലായോ? ഇയാളുടെ ജോലി 8 മണിക്കൂറാണ്. ഇയാൾ 9ാമത്തെ മണിക്കൂർ വർക്ക് ചെയ്താൽ, അല്ലെങ്കിൽ 9ാമത്തെ 2 മണിക്കൂർ എക്സ്ട്രാ ഓവർ ടൈം വർക്ക് ചെയ്തെന്ന് വിചാരിക്കുക. ഈ എക്സ്ട്രാ ടൈമിനെല്ലാം ഇയാൾക്ക് 150 rupees വെച്ചിട്ട് കിട്ടും. അപ്പോൾ 150 ആണോ ഇയാളുടെ ഓവർ ടൈം പ്രീമിയം? അല്ല, 150 എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ ഓവർ ടൈം പേയ്മെൻ്റ് എന്നോ ഓവർ ടൈം റേറ്റ് എന്നോ പറയാം. ഇതിൽ ആ കിട്ടുന്ന എക്സ്ട്രാ സംഭവം ഇല്ലേ, 100ൻ്റെ മുകളിലേക്ക് കിട്ടുന്ന എക്സ്ട്രാ, അതിന് മാത്രമാണ് എന്തെന്ന് പറയുന്നത് ഓവർ ടൈം പ്രീമിയം. ഓക്കെ, ഓവർ ടൈം പ്രീമിയം ഇസ് ദി എക്സ്ട്രാ എമൗണ്ട് റിസീവ്ഡ് ഇൻ അഡീഷൻ ടു ദി നോർമൽ റേറ്റ്. ഓക്കെ, നോർമൽ റേറ്റിൻ്റെ മുകളിലേക്ക് കിട്ടുന്നതിനെയാണ് ഓവർ ടൈം പ്രീമിയം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളോട് ചോദിച്ചേക്കുന്നത് നമ്മൾ പഠിക്കാൻ പോകുന്നത്, വി ആർ ഗോയിങ് ടു സ്റ്റഡി ട്രീറ്റ്മെൻറ്റ് ഓഫ് ഓവർ ടൈം പ്രീമിയം ഇൻ കോസ്റ്റ് അക്കൗണ്ടിങ്. പ്രീമിയം എന്ത് ചെയ്യും, അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മൾ അക്കൗണ്ട് ചെയ്യുമ്പോൾ പ്രീമിയം എന്തായിട്ട് കാണിക്കണം? മെറ്റീരിയൽ കോസ്റ്റ് ആയിട്ട് കാണിക്കണോ, ലേബർ കോസ്റ്റ് ആയിട്ട് കാണിക്കണോ, അല്ലെങ്കിൽ ഓവർ ഹെഡ്സ് ആയിട്ട് കാണിച്ചാൽ മതിയോ? അങ്ങനത്തെ സംഭവമാണ് നമ്മളിത് പഠിക്കാൻ പോകുന്നത്. ശരി, അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 7 ഇതിനെക്കുറിച്ച് പറയുന്നത്. നമുക്ക് സ്റ്റാൻഡേർഡ്സും അതിൻ്റെ പേരൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. സോ ഒരു 4 സിനാരിയോസ് പറയുന്നുണ്ട് ഫോർ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഓവർ ടൈം പ്രീമിയം. നമുക്ക് ഓരോന്നും നോക്കാം. സോ ഫസ്റ്റ് വൺ, when overtime is worked due to urgency of the work. ഓക്കെ, ഒരു ജോബിൻ്റെ അർജൻസി കാരണം കൊണ്ടാണ് ഓവർ ടൈം വർക്ക് ചെയ്യേണ്ടി വന്നത്. അങ്ങനെയാണെങ്കിൽ
the basic payment or the normal payment is treated as direct labor cost. Okay, normal payment is treated as direct labor cost and charged to the production or cost unit, whereas the amount of premium, extra amount, is treated as overhead. അതായത് നോക്കിയേ, സിറ്റുവേഷൻ എന്താണ്? വെൻ ഓവർ ടൈം ഇസ് വർക്ക്ഡ് ഡ്യൂ ടു അർജൻസി ഓഫ് വർക്ക്. അതായത് നമ്മൾക്ക് എന്തെങ്കിലും ഒരു അർജൻസി വന്നു. ഓക്കെ, നമ്മൾ നോർമലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പനിയാണ്, പെട്ടെന്ന് എന്തോ ഒരു അർജൻറ്റായിട്ടുള്ള ഒരു വർക്ക് വന്നു. അത് കസ്റ്റമർ അർജൻറ്റായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞതല്ല, അത് വേറെ സിറ്റുവേഷനാണ്. ഇത് നമ്മളുടെ തന്നെ എന്തെങ്കിലും വർക്ക് തീർക്കാൻ പറ്റിയില്ല, വേറെ എന്തെങ്കിലും ഇഷ്യൂ വന്നിട്ട് അർജൻറ്റായിട്ട് ഇത് തീർക്കേണ്ട ആവശ്യം വന്നു. കസ്റ്റമർ പ്രത്യേകം പറഞ്ഞിട്ടൊന്നുമല്ല, എന്തെങ്കിലും അല്ലാത്ത കസ്റ്റമർ പറയാതെ വേറെ എന്തെങ്കിലും അർജൻസി വന്നു. ആ ഒരു കാരണം കൊണ്ട് നമ്മുടെ എംപ്ലോയി മിസ്റ്റർ എ ഓവർ ടൈം വർക്ക് ചെയ്തു. അപ്പോൾ ഓവർ ടൈം വർക്ക് ചെയ്യുമ്പോൾ അയാൾക്ക് 150 രൂപ കൊടുക്കണ്ടേ? ഈ 150 രൂപ എങ്ങനെ അക്കൗണ്ട് ചെയ്യും? ഹൗ ആർ വി ഗോയിങ് ടു അക്കൗണ്ട് ദിസ് 150 റുപ്പീസ്? സോ ഈ 150 രൂപയിൽ 100 രൂപ എന്താണ്? നോർമൽ പേയ്മെൻ്റ് ആണ്. 50 രൂപയാണ് ഓവർ ടൈം പ്രീമിയം. അപ്പോൾ തിയറി പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 100 റുപ്പീസ് എന്തായിട്ട് ട്രീറ്റ് ചെയ്യണം? ദിസ് ഷുഡ് ബി ട്രീറ്റഡ് ആസ് ഡയറക്റ്റ് ലേബർ കോസ്റ്റ്. അത് നമ്മൾ അക്കൗണ്ട് ചെയ്യുമ്പോൾ ഡയറക്റ്റ് ലേബർ കോസ്റ്റ് ആയിട്ട് അക്കൗണ്ട് ചെയ്യണം. ഈ 50 റുപ്പീസ് നമ്മൾ അക്കൗണ്ട് ചെയ്യുമ്പോൾ ഓവർ ഹെഡ്സ് ആയിട്ട് അക്കൗണ്ട് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, ദ എമൗണ്ട് ഓഫ് പ്രീമിയം ഷുഡ് ബി ട്രീറ്റഡ് ആസ് ഓവർ ഹെഡ്സ്. അതെന്തുകൊണ്ട് അങ്ങനെ ചോദിക്കരുത്, ബിക്കോസ് ഇത് സ്റ്റാൻഡേർഡിൽ പറയണല്ലേ. സ്റ്റാൻഡേർഡിൽ എന്തെങ്കിലും മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് തന്നെ ആ രീതിയിൽ തന്നെ വേണം അക്കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ക്ലിയർ? ശരി. സെക്കൻഡ് സിറ്റുവേഷൻ, ഇഫ് ദ ഓവർ ടൈം ഇസ് സ്പെൻഡ് അറ്റ് ദ റിക്വസ്റ്റ് ഓഫ് ദി കസ്റ്റമർ. നോക്ക്, ഇവിടെ എന്താണ്? കസ്റ്റമർ പറയാണ്, അതായത് നമ്മളുടെ അർജൻസി ഒന്നുമില്ല, നമ്മൾ സാധാരണ നമ്മുടെ കമ്പനിയിലെ 8 hours വെച്ച് എല്ലാവരും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു കസ്റ്റമർ വന്നിട്ട് പറഞ്ഞു, എനിക്ക് ഈ വർക്കൊന്ന് പെട്ടെന്ന് ചെയ്തു തരാം, എനിക്ക് അത്യാവശ്യമാണ്, ഇന്ന് തന്നെ ചെയ്തു തരാം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ഓക്കെ, ഞങ്ങൾ ഓവർ ടൈം വർക്ക് ചെയ്യാം. അങ്ങനെ ഓവർ ടൈം വർക്ക് ചെയ്യേണ്ടി വന്നു, ബട്ട് അറ്റ് ദ റിക്വസ്റ്റ് ഓഫ് ദി കസ്റ്റമർ. ദെൻ the entire amount including overtime premium is treated as direct wages and should be charged to the job എന്നാണ് പറയുന്നത്. ഓക്കെ, അതാണ് സിറ്റുവേഷൻ എങ്കിൽ, കസ്റ്റമർ പറഞ്ഞിട്ടാണെങ്കിൽ the entire amount, ആ entire 150 rupees will treat as direct labor cost and it will be charged to the job എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഡയറക്റ്റ് ലേബർ കോസ്റ്റ് നമ്മൾ ഏത് ജോബാണോ ചെയ്യുന്നത് ആ ജോബിലേക്ക് ചാർജ് ചെയ്തിട്ട് ദി എൻറ്റയർ എമൗണ്ട് ഇൻക്ലൂഡിങ് ഓവർ ടൈം പ്രീമിയം വിൽ ബി റിക്കവേർഡ് ഫ്രം ദ കസ്റ്റമർ. അത് ആ കസ്റ്റമറിൻ്റെ അടുത്ത് നിന്ന് തന്നെ നമ്മൾ റിക്കവർ ചെയ്യും. മനസ്സിലായോ? ഇപ്പം മുകളിലത്തെ സിറ്റുവേഷനിൽ നമ്മൾ കസ്റ്റമറിൻ്റെ അടുത്ത് നിന്ന് 150 രൂപ റിക്കവർ ചെയ്യുമോ? ഇല്ല, നമ്മൾ കസ്റ്റമറിൻ്റെ അടുത്ത് നിന്ന് റിക്കവർ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ? കസ്റ്റമർ പറഞ്ഞിട്ടല്ല ഓവർ ടൈം വർക്ക് ചെയ്തത്, നമ്മളുടെ എന്തോ ഒരു ആവശ്യം കൊണ്ടാണ്. അപ്പോൾ നമുക്ക് കസ്റ്റമറിൻ്റെ അടുത്ത് പോയി 150 റുപ്പീസ് റിക്കവർ ചെയ്യാൻ പറ്റില്ല, പറയാൻ പറ്റത്തില്ല. അപ്പോൾ അവിടെ നമ്മൾ എന്താ ചെയ്യണത്? 100 റുപ്പീസ് മാത്രമാണ് നമ്മൾ ജോബിലേക്ക് ചാർജ് ചെയ്തത്. കസ്റ്റമറിൻ്റെ അടുത്ത് നിന്ന് 100 റുപ്പീസ് വാങ്ങിക്കും. 50 റുപ്പീസ് വി ട്രീറ്റഡ് ആസ് ഓവർ ഹെഡ്സ് അല്ലേ? 50 റുപ്പീസ് നമ്മൾ ഓവർ ഹെഡ് ആക്കി വെച്ചു. അത് കസ്റ്റമറുടെ അടുത്ത് നിന്ന് വാങ്ങിക്കുമോ? അത് ഫുൾ കസ്റ്റമറുടെ അടുത്ത് വാങ്ങിക്കില്ല. ഓവർ ഹെഡിൻ്റെ ഒരു നോർമൽ റിക്കവറി ഉണ്ടാവുമല്ലോ അല്ലേ? ഓവർ ഹെഡ് എല്ലാ കസ്റ്റമേഴ്സിൻ്റെ അടുത്തു നിന്നും കൂടി കുറച്ചായിട്ടല്ലേ റിക്കവർ ചെയ്യണം. അങ്ങനെ റിക്കവർ ചെയ്യുന്നേ ഉള്ളൂ. പക്ഷേ സെക്കൻഡ് സിറ്റുവേഷനിൽ, ഇഫ് ദി ഓവർ ടൈം ഇസ് സ്പെൻഡ് അറ്റ് ദ റിക്വസ്റ്റ് ഓഫ് ദി കസ്റ്റമർ, ദി എൻറ്റയർ എമൗണ്ട് ഇൻക്ലൂഡിങ് ഓവർ ടൈം പ്രീമിയം ഇസ് ട്രീറ്റഡ് ആസ് ഡയറക്റ്റ് ലേബർ കോസ്റ്റ് ആൻഡ് വിൽ ബി റിക്കവേർഡ് ഫ്രം ദി കസ്റ്റമർ. ഓക്കെ, സോ അതാണ് ഇവിടുത്തെ ഡിഫറൻസ്. ഇനി തേർഡ് വൺ, വെൻ ഓവർ ടൈം ഇസ് വർക്ക് ഡ്യൂ ടു ലാക്ക് ഓഫ് കപ്പാസിറ്റി. ഓവർ ടൈം വർക്ക് ചെയ്യണത് കപ്പാസിറ്റി കുറവായതുകൊണ്ടാണ്. ആസ് എ ജനറൽ പോളിസി ഓഫ് ദ കമ്പനി. മനസ്സിലായി? നമ്മുടെ കമ്പനിയിൽ ആവശ്യത്തിന് വർക്കേഴ്സ് ഇല്ല, വർക്കേഴ്സ് ഷോർട്ടേജ് ആണ്. എല്ലാ വർക്കേഴ്സ് എപ്പോഴും ഓവർ ടൈം വർക്ക് ചെയ്യേണ്ട സിറ്റുവേഷനാണ്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? അങ്ങനെയാണെങ്കിൽ ദി ടോട്ടൽ എമൗണ്ട് പെയ്ഡ് ഇസ് ട്രീറ്റഡ് ആസ് ഡയറക്റ്റ് വേജസ്. ടോട്ടൽ എമൗണ്ട്, ഓക്കെ, നമ്മൾ കൊടുത്ത ടോട്ടൽ എമൗണ്ടും എന്തായിട്ട് ട്രീറ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്? ഡയറക്റ്റ് വേജസ്. ബട്ട് ഇറ്റ് ഈസ് കമ്പ്യൂട്ടഡ് അറ്റ് ദി എസ്റ്റിമേറ്റഡ് റേറ്റ് based on the figures of previous year. This rate is known as inflated wage rate. അപ്പോൾ ഈ സിറ്റുവേഷനിൽ, if the overtime is worked due to lack of capacity as a general policy of the company, കമ്പനിയുടെ പോളിസിയാണ് എല്ലാവരും ഓവർ ടൈം വർക്ക് ചെയ്യണം, ബിക്കോസ് ആൾക്കാരില്ല, കപ്പാസിറ്റി കുറവാണ്.
അങ്ങനെയാണെങ്കിൽ ദ ടോട്ടൽ എമൗണ്ട് പെയ്ഡ് ഇസ് ട്രീറ്റഡ് ആസ് ഡയറക്റ്റ് വേജസ് എന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, ടോട്ടൽ എമൗണ്ട് 150 രൂപയും ഡയറക്റ്റ് വേജസ് ആക്കാൻ, അങ്ങനെയാണോ? അല്ല, ടോട്ടൽ എമൗണ്ട് ഡയറക്റ്റ് വേജസ് ആക്കണം, പക്ഷെ 150 രൂപയല്ല അവിടെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഈ എമൗണ്ട് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എങ്ങനെ കണ്ടുപിടിക്കണം? ദിസ് എമൗണ്ട് ഷുഡ് ബി കമ്പ്യൂട്ടഡ് അറ്റ് ദി എസ്റ്റിമേറ്റഡ് റേറ്റ് ഓൺ ദ ബേസ്ഡ് ഓൺ ദ ഫിഗേഴ്സ് ഓഫ് പ്രീവിയസ് ഇയർ. നമ്മുടെ പ്രീവിയസ് ഇയർ ഡേറ്റ നോക്കിയിട്ട് ഇവിടെ നമ്മളൊരു എസ്റ്റിമേറ്റഡ് റേറ്റ് ആണ് ഡയറക്റ്റ് ലേബർ കോസ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത്. ആ റേറ്റിന് പറയുന്ന പേരാണ് ഇൻഫ്ലേറ്റഡ് വേജ് റേറ്റ്. അപ്പോൾ അത് 150 റുപ്പീസ് ആവില്ല, അത് നമ്മൾ വേറൊരു രീതിയിലാണ് കാൽക്കുലേറ്റ് ചെയ്യണത്. അത് ഞാൻ പ്രോബ്ലം വെച്ചിട്ട് പറയാം. ഇപ്പോൾ പ്രോബ്ലം വെച്ചിട്ട് അത് കാണിച്ചു തരാം, അല്ലാണ്ട് ഇവിടെ നമുക്ക് അതിനുള്ള ഡേറ്റ ഇല്ല. ഓക്കെ, പക്ഷേ എന്താണ്? ദ എൻറ്റയർ എമൗണ്ട് വിൽ ബി ട്രീറ്റഡ് ആസ് ഡയറക്റ്റ് ലേബർ കോസ്റ്റ്. ഫോർത്ത് വൺ, ഓവർ ടൈം ഇസ് വർക്ക്ഡ് ഓൺ അക്കൗണ്ട് ഓഫ് അബ്നോർമൽ കണ്ടീഷൻ സച്ച് ആസ് ഫ്ലഡ്, എർത്ത് വേക്ക്. എന്തെങ്കിലും അബ്നോർമൽ സിറ്റുവേഷൻ കൊണ്ടാണ് ഓവർ ടൈം വർക്ക് ചെയ്യണമെങ്കിൽ ഇറ്റ് ഷുഡ് നോട്ട് ബി ചാർജ് ടു കോസ്റ്റ്, but it should be charged to costing P&L account. ഇതിനെ ഡയറക്റ്റ് ലേബർ കോസ്റ്റ് ഒന്നും ആക്കില്ല, അതിന് നമ്മൾ എങ്ങോട്ട് റൈറ്റ് ഓഫ് ചെയ്ത് കളയും? എനി അബ്നോർമൽ എക്സ്പെൻസ് വിൽ റൈറ്റ് ഇറ്റ് ഓഫ് ടു കോസ്റ്റിംഗ് P&L account. ക്ലിയർ അല്ലേ? ഇതാണ് 4 സിറ്റുവേഷൻ. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, അപ്പോൾ നോക്കിയേ, ടെക്സ്റ്റൈൽ ലിമിറ്റഡ് പേയ്സ് ഫോളോയിങ് ഓവർ ടൈം പ്രീമിയം ഫോർ ഇറ്റ്സ് ലേബർ ബിസൈഡ്സ് ദ നോർമൽ വേജ് ഓഫ് ₹100 per hour. ഇപ്പോൾ നോർമൽ റേറ്റ് 100 ആണ്. ഓവർ ടൈം എങ്ങനെയാണ് കൊടുക്കുന്നത്? ബിഫോർ ആൻഡ് ആഫ്റ്റർ നോർമൽ വർക്കിംഗ് അവേഴ്സ്. അതായത് ഇഫ് എ പേഴ്സൺ ഇസ് വർക്കിംഗ് ബിഫോർ ഓർ ആഫ്റ്റർ ദി നോർമൽ വർക്കിംഗ് അവേഴ്സ്. മനസ്സിലായി? ഇവരുടെ വർക്കിംഗ് അവേഴ്സ് 8 മണിക്കൂറാണെന്ന് വിചാരിക്കും. അപ്പോൾ ഇതിന് മുന്നെയോ ഇത് കഴിഞ്ഞിട്ടോ ആണ് വർക്ക് ചെയ്യണമെങ്കിൽ ഓവർ ടൈം പ്രീമിയം എത്രയാണെന്നാണ് പറയണത്? 80% ഓഫ് ബേസിക് വേജ് റേറ്റ്. ഇനി ഇഫ് ദി ഓവർ ടൈം ഇസ് വർക്ക്ഡ് ഓൺ സൺഡേസ് ആൻഡ് ഹോളിഡേ, സൺഡേ അല്ലെങ്കിൽ ഹോളിഡേക്കാണ് വർക്ക് ചെയ്യണമെങ്കിൽ ഓവർ ടൈം പ്രീമിയം എത്രയാണ്? 150% ഓഫ് ബേസിക് വേജ് റേറ്റ്. അപ്പോൾ ഇത് ഓവർ ടൈം പ്രീമിയം എന്നാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ, പ്രീമിയം. ശരി. ഡ്യൂറിങ് ദ ഇയർ 1920 ദ ഫോളോയിങ് അവേഴ്സ് വെർ വർക്ക്ഡ്. അപ്പം 1920 കുറച്ച് അവേഴ്സൊക്കെ തന്നിട്ടുണ്ട്. നോർമൽ ടൈം, ഓവർ ടൈം ബിഫോർ ആൻഡ് ആഫ്റ്റർ, ഓവർ ടൈം ഓൺ സൺഡേസ്, ടോട്ടലൊക്കെ തന്നിട്ടുണ്ട്. ഇനി ഡ്യൂറിങ് ദ കറണ്ട് ഇയർ 2021 കുറച്ച് ഡേറ്റയും തന്നിട്ടുണ്ട്. അപ്പോൾ നോക്കിയടാ, ഇപ്പം തന്നെ ഞാൻ പറയാം എന്തിനായിരിക്കും ഈ പ്രീവിയസ് ഇയറിൻ്റെ ഡേറ്റ തന്നിരിക്കുന്നത്? പ്രീവിയസ് ഇയർ ഡേറ്റ ഇസ് ഗിവൺ ഫോർ കമ്പ്യൂട്ടിംഗ് ദി ഇൻഫ്ലേറ്റഡ് വേജ് റേറ്റ് അല്ലേ. നമ്മളുടെ സിറ്റുവേഷൻ 3 ഇഫ് ഓവർ ടൈം ഇസ് വർക്ക്ഡ് ആസ് എ പോളിസി ഡ്യൂ ടു ലാക്ക് ഓഫ് കപ്പാസിറ്റി, then we need to find out the inflated wage rate. For that they have given the previous year data. അപ്പോൾ ഇത് കഴിഞ്ഞ വർഷത്തെയാണ്, അല്ലാണ്ട് ഈ വർഷത്തെ അല്ല ഇത്. ശരി. ഡ്യൂറിങ് ദ കറണ്ട് ഇയർ 2021, ഈ വർഷം എന്താണ്? ദ ഫോളോയിങ് അവേഴ്സ് ഹാവ് ബീൻ വർക്ക്ഡ് ഓൺ ദ ജോബ് സ്പിന്നിങ്. അപ്പോൾ നമ്മുടെ ജോബിൻ്റെ പേര് സ്പിന്നിങ് എന്നാണ്. നോർമൽ അവേഴ്സ് തന്നിട്ടുണ്ട്, ഓവർ ടൈം ബിഫോർ ആൻഡ് ആഫ്റ്റർ തന്നിട്ടുണ്ട്, ഓവർ ടൈം ഓൺ സൺഡേസ് ആൻഡ് ഹോളിഡേയ്സ് തന്നിട്ടുണ്ട്, ടോട്ടൽ അവേഴ്സ് തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ എന്താണ്? You are required to calculate labor cost chargeable to the job spinning and also overhead. അല്ലെ, ചില സിറ്റുവേഷനിലൊക്കെ എമൗണ്ട് ഓവർഹെഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യാനുണ്ട്. ഇൻ ഈച്ച് ഓഫ് ദ ഫോളോയിങ് സിറ്റുവേഷൻ. അപ്പോൾ ഫസ്റ്റ് വൺ, വേർ ഓവർ ടൈം ഇസ് വർക്ക്ഡ് റെഗുലർലി ത്രൂ ഔട്ട് ദി ഇയർ ആസ് എ പോളിസി ഡ്യൂ ടു വർക്കേഴ്സ് ഷോർട്ടേജ്. കണ്ടോ, ഓവർ ടൈം വർക്ക് ചെയ്യണത് റെഗുലറാണ്. എപ്പോഴും എല്ലാവരും ഓവർ ടൈം വർക്ക് ചെയ്യാണ്. എന്തുകൊണ്ടാണ്? വർക്കേഴ്സിൻ്റെ ഷോർട്ടേജ് ഉള്ളതുകൊണ്ട്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ചെയ്യാൻ പോകണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ റേറ്റ്സ് ഒക്കെ ഒന്ന് കണ്ടുപിടിച്ച് വയ്ക്കാം. ഓക്കെ, നോർമൽ റേറ്റ് എത്രയാണ്, ഓവർ ടൈം പ്രീമിയം എത്രയാണ്, അതൊക്കെ ഒന്ന് കണ്ടുപിടിച്ച് വയ്ക്കാം. ഓക്കെ, സോ നമുക്ക് ആൻസർ ചെയ്യാം. അതിനുവേണ്ടി ഞാൻ നോട്ട് നമ്പർ 1 ആദ്യം ചെയ്യാൻ പോവാണ്. റേറ്റ്സ് കണ്ടുപിടിക്കാൻ പോവാണ്. നോട്ട് നമ്പർ 1, കമ്പ്യൂട്ടേഷൻ ഓഫ് വേജ് റേറ്റ് എന്ന് എഴുതാം നമുക്ക്. അപ്പോൾ നോക്കിയേ, നോർമൽ വേജ് റേറ്റ് എത്രയാണ്? ₹100 per hour അല്ലേ. അപ്പോൾ ആദ്യം അത് എഴുതാം. നോർമൽ വേജ് റേറ്റ് ₹100 per hour. ഇനി ഓവർ ടൈം റേറ്റ് ബിഫോർ ആൻഡ് ആഫ്റ്റർ നോർമൽ വർക്കിംഗ് അവേഴ്സ്. ഓവർ ടൈം
പ്രീമിയം ഒന്നല്ല ഞാൻ എഴുതുന്നത്, റേറ്റ് ആണ് കേട്ടോ. ഓവർ ടൈം റേറ്റ് അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓവർ ടൈം പ്രീമിയം എന്നല്ല എഴുതിയത്. ഓവർ ടൈം റേറ്റ് ബിഫോർ ആൻഡ് ആഫ്റ്റർ നോർമൽ വർക്കിംഗ് അവേഴ്സ്. എത്രയാണെന്നാണ് പറഞ്ഞേക്കുന്നത്? 80. ഓവർ ടൈം പ്രീമിയം 80% എന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലേ, ഓവർ ടൈം പ്രീമിയം. അപ്പോൾ ഓവർ ടൈം റേറ്റ് എന്ന് പറഞ്ഞാൽ 100 രൂപ അയാൾക്ക് കിട്ടും ആദ്യം, പ്ലസ് ഈ 100ൻ്റെ ഒരു 80% കൂടി അയാൾക്ക് കിട്ടും. വിച്ച് മീൻസ് ഹി ഈസ് ഗോയിങ് ടു ഗെറ്റ് ₹180 പെർ അവർ. എപ്പോൾ? ഇഫ് ഹി ഈസ് വർക്കിംഗ് ബിഫോർ ഓർ ആഫ്റ്റർ നോർമൽ വർക്കിംഗ് അവർ. മനസ്സിലായോ? ബിഫോർ ഓർ ആഫ്റ്റർ നോർമൽ വർക്കിംഗ് അവർ വർക്ക് ചെയ്താൽ അയാൾക്ക് ₹180 കിട്ടും. അതിൽ ഓവർ ടൈം പ്രീമിയം എത്രയാണ്? ₹80 ആണ് പ്രീമിയം. ₹100 നോർമൽ റേറ്റ്. ടോട്ടൽ 180 കിട്ടും. ശരി, ഇനി ഓവർ ടൈം റേറ്റ് ഓൺ സൺഡേസ് ആൻഡ് ഹോളിഡേയ്സ്. അപ്പോൾ ഞാൻ റേറ്റാണ് കണ്ടുപിടിക്കുന്നത്, പ്രീമിയം അല്ല, ശ്രദ്ധിക്കുക. 100 പ്ലസ് എത്ര റുപ്പീസ് കിട്ടും? 150% ഓഫ് ബേസിക് വേജ് റേറ്റ് കിട്ടും. സോ അയാൾക്ക് കിട്ടാൻ പോകുന്നത് ₹250 പെർ അവർ ആണ്, സൺഡേ ഒക്കെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ, വേജ് റേറ്റ്സ് കണ്ടുപിടിച്ച് വെച്ചു. ഇനി ആൻസർ 1 ചെയ്യണമെങ്കിൽ, ഈ പാർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം എന്ത് കണ്ടുപിടിക്കണം? ഇൻഫ്ലേറ്റഡ് വേജ് റേറ്റ് കണ്ടുപിടിക്കണം. അപ്പം നോട്ട് ടു കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻഫ്ലേറ്റഡ് വേജ് റേറ്റ്. ഓക്കെ, ഇൻഫ്ലേറ്റഡ് വേജ് റേറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കണമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വേജസ് ഫോർ ദ പ്രീവിയസ് ഇയർ കണ്ടുപിടിക്കണം. വേജസ് ഫോർ ദി ഇയർ 1920. ടോട്ടൽ wages for the year 1920. ഇതെനിക്ക് ആദ്യം വേണം. അപ്പോൾ അത് എങ്ങനെ ചെയ്യും? വേജസ് ഫോർ നോർമൽ ടൈം. ആദ്യം നോർമൽ ടൈമിൻ്റെ വേജസ് കണ്ടുപിടിക്കുക. നോർമൽ ടൈം 3 lakh hours അല്ലേ. സോ 3 lakh hours അയാൾക്ക് എത്ര റുപ്പീസ് വെച്ച് കിട്ടും? 3 lakh hours ഇൻറ്റു ഹിസ് റേറ്റ് ഇസ് 100. സോ വേജസ് ഫോർ നോർമൽ ടൈം 300 lakhs എന്ന് കിട്ടും. ഓക്കെ, അതേപോലെ വേജസ് ഫോർ ഓവർ ടൈം ബിഫോർ ആൻഡ് ആഫ്റ്റർ നോർമൽ വർക്കിംഗ് അവേഴ്സ്. വേജസ് ഫോർ ഓവർ ടൈം ബിഫോർ ആൻഡ് ആഫ്റ്റർ നോർമൽ വർക്കിംഗ് അവേഴ്സ് എത്ര അവേഴ്സ് ഉണ്ട്? 60,000 hours ഉണ്ട്. അപ്പോൾ ഈ 60,000 hours-ന് എത്ര റുപ്പീസ് വെച്ച് കിട്ടും? നമ്മളിപ്പോൾ കണ്ടുപിടിച്ചില്ലേ, 180 ആണ് അയാളുടെ റേറ്റ്. അപ്പോൾ 60,000 ഇൻറ്റു 180 108 lakhs കിട്ടും. പിന്നീട് വേജസ് ഫോർ ഓവർ ടൈം on Sundays and holidays. Wages for overtime on Sundays and holidays എത്ര hours ഉണ്ട്? 15,000 hours ആണ്. അപ്പോൾ ആ 15,000 hours ഇൻറ്റു ₹250 per hour വരും. $37,50,000. ഓക്കെ, അപ്പോൾ ടോട്ടൽ എടുത്തു കഴിഞ്ഞാൽ ടോട്ടൽ വേജസ് കിട്ടും എനിക്ക് എത്രയൊക്കെയാണ്? 300 lakhs, 108 lakhs, 37.5 lakhs. സോ 445,50,000 എന്ന് വരും. ഡിവൈഡഡ് ബൈ ടോട്ടൽ, ഇത് ടോട്ടൽ വേജസ് ആണ്. ടോട്ടൽ അവേഴ്സ് ഫോർ 1920യുടെ ടോട്ടൽ അവേഴ്സ് എത്രയാണ്? 3,75,000 hours ആണ്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയണത്? ആവറേജ് ഇൻഫ്ലേറ്റഡ് വേജ് റേറ്റ്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ഫിഗേഴ്സ് വെച്ചിട്ട് നമ്മളൊരു ആവറേജ് വേജ് റേറ്റ് കണ്ടുപിടിച്ചു. ഇതിനെയാണ് ഇൻഫ്ലേറ്റഡ് വേജ് റേറ്റ് എന്ന് പറയുന്നത്.
So 445.50 lakhs divided by 3.75 lakhs. Average inflated wage rate is 118.80 എന്ന് കിട്ടി. ക്ലിയർ അല്ലേ? സോ ആവറേജ് ഇൻഫ്ലേറ്റഡ് വേജ് റേറ്റ്. ശരി, അപ്പം ഇത് ബേസ് ചെയ്തിട്ടാണ് ഞാൻ എന്ത് ചെയ്യാൻ പോണത്, എൻ്റെ ആൻസർ 1 ചെയ്യാൻ പോണത്. ഓക്കെ, അപ്പോൾ ആൻസർ എ എഴുതാം നമുക്ക്. സോ ആൻസർ എ. ആദ്യം തിയറി എഴുതാം. വെൻ ഓവർ ടൈം ഇസ് വർക്ക്ഡ് റെഗുലർലി ത്രൂ ഔട്ട് ദി ഇയർ ആസ് എ പോളിസി ഡ്യൂ ടു വർക്കേഴ്സ് ഷോർട്ടേജ്. അപ്പോൾ അതങ്ങനെ തന്നെ എഴുതാം. വെൻ ഓവർ ടൈം ഇസ് വർക്ക്ഡ് റെഗുലർലി ത്രൂ ഔട്ട് ദ ഇയർ, ഇതെടുത്ത് എഴുതുക കേട്ടോ. ആസ് എ പോളിസി ഡ്യൂ ടു വർക്കേഴ്സ് ഷോർട്ടേജ്. വർക്കേഴ്സിൻ്റെ ഷോർട്ടേജ് കാരണം ഓവർ ടൈം റെഗുലർലി നമ്മൾ വർക്ക് ചെയ്യാണ്. അപ്പോൾ തിയറി പറയണത് എന്താണ്, അതിൻ്റെ താഴെ അതിൻ്റെ തിയറി എഴുതാം. എന്താ തിയറി പറയണത്? സോ തിയറി പറയുന്നത് ഇതാണ്. ദ ടോട്ടൽ എമൗണ്ട് പെയ്ഡ്, നമ്മൾ ഇതിൻ്റെ താഴെ എഴുതാൻ പോകുന്നതാണ്. ദ ടോട്ടൽ എമൗണ്ട് പെയ്ഡ്, ഞാൻ എഴുതാം, ഇസ് ട്രീറ്റഡ് ആസ് ഡയറക്റ്റ് വേജസ് എന്നല്ലേ പറയണത്. അപ്പോൾ പക്ഷെ അത് അങ്ങനെയല്ല എഴുതേണ്ടത്. നമ്മൾ ഇത്തിരി സെൻറ്റൻസ് ഞാൻ കറക്റ്റാക്കി എഴുതാണ്. ദ ടോട്ടൽ എമൗണ്ട് കമ്പ്യൂട്ടഡ് based on inflated wage rate should be, the total amount computed based on inflated wage rate should be treated as employee cost, should be treated as employee cost and charged to the ജോബ് സ്പിന്നിങ് അല്ലേ? ഈ ജോബിൻ്റെ പേരെന്താ? സ്പിന്നിങ്. അപ്പോൾ എന്താ നമ്മൾ പറയണത്? ദ ടോട്ടൽ എമൗണ്ട് കമ്പ്യൂട്ടഡ്, ടോട്ടൽ എമൗണ്ട് നമ്മളിപ്പോൾ കമ്പ്യൂട്ട് ചെയ്യും, വിച്ച് ഇസ് ബേസ്ഡ് ഓൺ ഇൻഫ്ലേറ്റഡ് വേജ് റേറ്റ്. ഇൻഫ്ലേറ്റഡ് വേജ് റേറ്റിനെ ബേസ് ചെയ്ത് നമ്മൾ കണ്ടുപിടിക്കുന്ന ടോട്ടൽ എമൗണ്ടും ഷുഡ് ബി ട്രീറ്റഡ് ആസ് എംപ്ലോയി കോസ്റ്റ്. അത് മൊത്തം എംപ്ലോയി കോസ്റ്റ് ആക്കണം. ഇറ്റ് ഷുഡ് ബി ചാർജ് ടു ദ ജോബ് സ്പിന്നിങ് എന്നാണ് പറയണത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ താഴെ എഴുതുന്നത് നമ്മൾ എമൗണ്ട് ടു ബി ചാർജ് ടു ദ job as employee cost. എത്ര രൂപ നമ്മൾ ചാർജ് ചെയ്യണം ഇസ് ഈക്വൽ ടു ഈ ജോബിൻ്റെ അവേഴ്സ് എത്രയാണെന്ന് നോക്കിയടാ. ഈ ജോബിൻ്റെ അവേഴ്സ് എന്ന് പറയുന്നത് ടോട്ടൽ 4500 അവേഴ്സാണ്. അപ്പോൾ എൻ്റെയർ 4500 അവേഴ്സ് ഇൻറ്റു ഇൻഫ്ലേറ്റഡ് വേജ് റേറ്റ് എത്ര? 118.80 rupees per hour. ഈ എൻ്റെയർ എമൗണ്ട്, അതായത് rupees 5,34,600, ഇത്രയും രൂപയാണ് നമ്മൾ എന്തായിട്ട് കാണിക്കേണ്ടത്? ഡയറക്റ്റ് ലേബർ കോസ്റ്റ് ആയിട്ട് കാണിക്കേണ്ടത്. ഏത് ജോബിൻ്റെ? സ്പിന്നിങ് എന്ന് പറഞ്ഞ ജോബിൻ്റെ. ക്ലിയർ അല്ലേ? സോ ഇതാണ് ആൻസർ 1. ഓക്കെ, സോ പാർട്ട് 2 എന്താണെന്ന് നോക്കാം. സോ പാർട്ട് 2 ആൻസർ 2 എന്ന് എഴുതുക. വേർ ഓവർ ടൈം ഇസ് വർക്ക്ഡ് irregularly to meet the requirement of the production. ഓക്കെ, അപ്പോൾ ആൻസർ 2 എഴുതണം. വേർ ആൻസർ ബി, അല്ലെങ്കിൽ ആൻസർ 2 ആണെന്ന് തോന്നണം അല്ലേ? ആൻസർ ബി ആ. വേർ ഓവർ ടൈം ഇസ് വർക്ക്ഡ്, ഇത് തന്നെ അങ്ങോട്ട് എടുത്ത് എഴുതുക. ഓവർ ടൈം ഇസ് വർക്ക്ഡ് irregularly to meet the requirement of the production. എന്ത് ചെയ്യണം എന്നാണ് നമ്മുടെ തിയറി പറയണത്? when overtime is worked regularly അല്ല irregularly, when overtime is worked irregularly to meet requirement of production. അതാണ് ഈ പറയണത്. അർജൻസി എന്ന് പറഞ്ഞില്ലേ, അതാണ് ആ സിറ്റുവേഷൻ. ഓക്കെ, എന്തെങ്കിലും അർജൻസി കാരണം കൊണ്ട് പെട്ടെന്ന് ഉണ്ടാവണതാണ്, അല്ലാണ്ട് നമ്മൾ എപ്പോഴും റെഗുലറായിട്ട് ഓവർ ടൈം വർക്ക് ചെയ്യണവരല്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം എന്നാണ് പറയണത്? നോർമൽ പേയ്മെൻറ്റ് ഇസ് ട്രീറ്റഡ് ആസ് ഡയറക്റ്റ് ലേബർ കോസ്റ്റ്, whereas the amount of premium, overtime premium, is treated as overhead. അപ്പോൾ അതിൻ്റെ താഴെ നമ്മൾ എഴുതും. സോ ഇതിൻ്റെ താഴെ നമ്മൾ എഴുതും, ഇവിടം വരെ നിങ്ങൾ എഴുതി വെച്ചേക്കല്ലേ. അതിൻ്റെ താഴെ നോർമൽ, ആദ്യം തിയറി പറയുന്നത് എന്താണെന്ന് നമ്മൾ എഴുതാൻ പോകണം. നോർമൽ പേയ്മെൻറ്റ് is treated as direct labor cost and
charged to the job, whereas overtime premium മാത്രം എന്ത് ചെയ്യണം? overtime premium is treated as overheads. overtime പ്രീമിയത്തിന് എന്താക്കണം? overheads ആക്കണം. അപ്പോൾ ഇതിൻ്റെ താഴെ നമ്മൾ എഴുതും, ഇതിൻ്റെ താഴെ ഡയറക്റ്റ് ലേബർ കോസ്റ്റ് ചാർജ്ഡ് ടു ജോബ് സ്പിന്നിങ്. ഡയറക്റ്റ് ലേബർ കോസ്റ്റ് എത്രയാണ് ചാർജ് ചെയ്യേണ്ടത്? അപ്പോൾ ആ ജോബിൻ്റെ അവേഴ്സ് എത്രയാണെന്ന് നോക്കിയേ. 4500 അവേഴ്സ് അല്ലേ? അപ്പോൾ ഈ 4500 മണിക്കൂറിൻ്റെയും നോർമൽ പേയ്മെൻറ്റ് അതെത്ര വരും? 4500 അവേഴ്സാണ്. അതിൻ്റെ നോർമൽ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ 100 രൂപ വെച്ചിട്ടല്ലേ? ₹100 per hour. This should be treated as direct labor cost. So ഇത് എത്ര വരും? 45000 അല്ലേ? 4,50,000 rupees. ഇത് ഡയറക്റ്റ് ലേബർ കോസ്റ്റ് ആക്കണം. ഇനി എമൗണ്ട് ടു ബി ട്രീറ്റഡ് ആസ് ഓവർഹെഡ്സ്. എത്ര രൂപയാണ് ഓവർഹെഡ്സ് ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ടത്? ഓവർ ടൈം പ്രീമിയം മാത്രം എന്താക്കിയാൽ മതി? ഓവർഹെഡ്സ് ആക്കിയാൽ മതി. അപ്പോൾ പ്രീമിയം എത്രയൊക്കെ വരാൻ പോണത്? 400 അവേഴ്സിനും 100 അവേഴ്സിനുമാണ് പ്രീമിയം വരാൻ പോണത്. 400 അവേഴ്സിന് ബിഫോർ ആൻഡ് ആഫ്റ്റർ ആണ് അല്ലേ? അപ്പോൾ 400 അവേഴ്സ് ഇൻറ്റു 180 ആണോ? അല്ല. 180 എന്ന് പറഞ്ഞാൽ അത് ടോട്ടൽ പേയ്മെൻ്റ് ആണ്, ഓവർ ടൈം പേയ്മെൻ്റ് ആണ്. അതിൽ പ്രീമിയം എത്ര മാത്രമേ ഉള്ളൂ? 80 മാത്രമേ ഉള്ളൂ. സോ 400 അവേഴ്സ് ഇൻറ്റു നമ്മൾ 400 അവേഴ്സ് ഇൻറ്റു ₹80 per hour. ഓവർ ടൈം പ്രീമിയം മാത്രം എടുക്കാൻ പാടുള്ളൂ. പ്ലസ് 100 അവേഴ്സ് ഇൻറ്റു താഴെ പ്ലസ് 100 അവേഴ്സ് ഇൻറ്റു ₹250 അല്ലേ? 250ൽ 150 per hour ആണ് ഓവർ ടൈം പ്രീമിയം. ഇത് മാത്രമാണ് നമ്മൾ ഓവർ ഹെഡായിട്ട് ട്രീറ്റ് ചെയ്യേണ്ടി വരുള്ളൂ. മനസ്സിലായടാ? കാരണം ഇങ്ങനെ നോക്കിയാൽ മതി. സി ഈ ഒരു മിനിറ്റ്, ജസ്റ്റ് ഒന്ന് നോക്കിയേ. ഈ 4500 മണിക്കൂറിലില്ലേ, 500 മണിക്കൂർ ഓവർ ടൈമുള്ള അവേഴ്സാണ്. അപ്പോൾ നമ്മൾ ഈ 4500 മണിക്കൂറിൻ്റെയും 100 rupees, അതായത് നോർമൽ പേയ്മെൻറ്റ് നമ്മൾ കൺസിഡർ ചെയ്ത് ഇനി വീണ്ടും ഈ 500ന് ഇൻറ്റു ₹100 ചെയ്യാൻ പാടില്ല. ബിക്കോസ് അത് ഓൾറെഡി ചെയ്ത് കഴിഞ്ഞ്. അപ്പോൾ ബാലൻസ് എന്തെങ്കിലും ഈ 500 മണിക്കൂറിന് എന്തെങ്കിലും പ്രീമിയം ഉണ്ടെങ്കിൽ അത് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അല്ലാണ്ട് ടോട്ടൽ 100 + 80 അല്ലെങ്കിൽ 100 + 150 അതെടുക്കാൻ പാടില്ല കേട്ടോ. 100 + 150 അതെടുക്കരുത്. ബിക്കോസ് 100 ഓൾറെഡി നമ്മൾ എവിടെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞു? നമ്മൾ എൻറ്റയർ 4500 അവേഴ്സിനും 100 കൺസിഡർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതെത്ര വരും? 400 ഇൻറ്റു 80 32,000 പ്ലസ് 15,000 47,000 വരും. 47,000. അപ്പോൾ സെക്കൻഡ് സിറ്റുവേഷനിൽ 4,50,000 will be treated as direct labor cost and 47,000 will be treated as overheads. Clear? ശരി. ഇനി തേർഡ് സിറ്റുവേഷൻ, where overtime is worked at the request of the customer. Okay, so എഴുതിക്കോ. തേർഡ് ക്വസ്റ്റ്യൻ, where overtime is worked at the request of the customer. എന്ത് ചെയ്യണം എന്നാണ് പറയണത്? Situation 3, where overtime is worked at the request of the customer, the entire amount paid, including overtime premium, should be treated as direct labor cost and charged to the job. The entire amount paid, including overtime premium, should be treated as direct labor cost and charged to the job. അപ്പോൾ direct labor cost charged to job spinning.
ഡയറക്റ്റ് ലേബർ കോസ്റ്റ് ചാർജ് ടു ജോബ് സ്പിന്നിങ് ഇസ് ഈക്വൽ ടു എത്ര വരും? ആ മൊത്തം എമൗണ്ട് കണ്ടുപിടിക്കുക. അത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. 4000 hours into ₹100 plus 400 hours into ₹180 plus 100 hours into ₹250. ഇങ്ങനെ ചെയ്യാം. ഇങ്ങനെ ചെയ്ത ആൻസർ എത്ര വരുമെന്ന് ഞാൻ ഇപ്പം തന്നെ പറയാം. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ കിട്ടിയിരുന്ന ആൻസർ ഇല്ലേ, അതാണ് വരാൻ പോണത്. അതായത് 4,97,000 വരും. ചെക്ക് ചെയ്യാം. $4,97,000 എന്ന് വരും. ക്ലിയർ അല്ലേ? അപ്പോൾ തേർഡ് സിറ്റുവേഷൻ, കസ്റ്റമർ പറഞ്ഞിട്ടാണ് നമ്മൾ ഓവർ ടൈം വർക്ക് ചെയ്തതെങ്കിൽ ദി എൻറ്റയർ എമൗണ്ട് ഇൻക്ലൂഡിങ് ദി ഓവർ ടൈം പ്രീമിയം ഷുഡ് ബി ട്രീറ്റഡ് ആസ് ഡയറക്റ്റ് ലേബർ കോസ്റ്റ് ഓഫ് ദി ജോബ്. മൊത്തം നമ്മൾ ഡയറക്റ്റ് ലേബർ കോസ്റ്റ് ആയിട്ട് ചെയ്യണം. ഓക്കെ, സോ ഇതാണ് തിയറി പറയണത്, അതനുസരിച്ചാണ് ഈ പ്രോബ്ലം. ഓക്കെ, ശരി.